Momma's dishwash liquid. Soft on hands. കൂടുതൽ പ്രതിഫലം ആഗ്രഹിക്കാതെ മണ്ണിനെ സ്നേഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരെ വെറുതെ ഒന്ന് ചൊറിയാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാലിന് തീയും പിടിച്ച് ഓടുകയാണ്. കോർപ്പറേറ്റ് മുതലാളിമാർക്കു വേണ്ടി രാജ്യത്തിന്റെ വിശപ്പ് അകറ്റുന്നവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ കർഷകർ അവരുടെ ഉറച്ച നിലപാടുകൾ തുറന്നു പറഞ്ഞ് തെരുവുകളെ വാസസ്ഥലങ്ങളാക്കി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങിയിട്ട് 20 ദിവസങ്ങൾ പിന്നിട്ടു. കർഷക സമരം കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നതിനുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കോർപ്പറേറ്റ് ഭീമനായ അംബാനി തനിക്ക് സംഭവിച്ച നഷ്ടക്കണക്കുകളുമായി നിരാശനായി രംഗത്തെത്തിയിട്ടുണ്ട്. അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ജിയോയ്ക്ക് വരിക്കാർ വ്യാപകമായി കുറയുന്നു എന്നതാണ് കോർപ്പറേറ്റ് മുതലാളിയുടെ പരാതി. വരിക്കാർ കുറയുന്നതിൽ മറ്റ് ടെലികോം ദാതാക്കളായ എയർടെൽ, വി എന്നിവർക്കെതിരെ നടപടിയെടുക്കണം എന്നതാണ് ജിയോയുടെ ആവശ്യം. ഇക്കാര്യം അറിയിച്ചുകൊണ്ട് ട്രായ്ക്ക് ജിയോ കത്തും നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി ധാരാളം വരിക്കാരിൽ നിന്ന് പോർട്ട് ഔട്ട് അപേക്ഷകൾ വരുന്നുണ്ട് എന്നും പോർട്ട് ചെയ്യാൻ വരുന്ന വരിക്കാർക്ക് പരാതികളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് ജിയോയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്നുമാണ് കത്തിൽ പറയുന്നത്. കാർഷിക നിയമത്തിന്റെ പേരിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജിയോയുടെ വരിക്കാരെ പോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നാണ് അംബാനിയുടെ മുഖ്യ ആരോപണം. ഭാരതിയും വിയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നും ജിയോ പറയുന്നു. ഫരീദാബാദ്, ബഹദൂർഗഡ്, ചണ്ഡീഗഡ്, ഫിറോസ്പൂർ, NCR, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ചില്ലറ വ്യാപാരികൾ റിലയൻസ് ജിയോയിൽ നിന്ന് പോർട്ട് ഔട്ട് ചെയ്യുന്നതിന് ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാരണവുമില്ലാതെയല്ല ഈ ജിയോ ബഹിഷ്കരണമെന്ന് കർഷക പ്രക്ഷോഭം കണ്ടവർക്ക്, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞവർക്ക് മനസ്സിലാകും. തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന, കുട്ടികളെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടാൻ കുത്തക മുതലാളിമാർക്കു വേണ്ടി നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന കർഷകർ കൊള്ളലാഭം കൊയ്യുന്നവരുടെ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തിയിരുന്നു. ജിയോ ബോയ്ക്കോട്ട് ക്യാമ്പയിനുകളും സമരത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ആ കർഷകരുടെ വേദന മനസ്സിലാക്കിയ ജനങ്ങൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ തിരിച്ചടി തന്നെയാണ് ജിയോയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ നഷ്ടം. പുതിയ വരിക്കാരുടെ എണ്ണത്തിലും വളരെ താഴെയാണ് ജിയോ നിലവിലുള്ളത്. കാശുള്ളവനു വേണ്ടി രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം നശിപ്പിച്ചു ഭരിക്കുന്ന മോദിക്കും കൂട്ടർക്കും അംബാനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ തിരിച്ചടി ഒരിക്കലും ചെറുതായി കാണാൻ കഴിയില്ല. കർഷക പ്രതിഷേധം തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ മുതലാളിമാരും അവരെ തൊഴുതു നടക്കുന്നവർക്കും പൂർണ്ണ നാശത്തിലേക്ക് പതിക്കാൻ സമയമായിരിക്കുകയാണ്. അതിന്റെ തെളിവുകൾ തന്നെയാണ് അംബാനിയുടെ ഈ തീരാ നഷ്ടവും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.